മാർത്തോമ യുവജന സഖ്യം വനിതാ ഫോറം നോമ്പ് ധ്യാന ചിന്തകൾ 9-ാം ദിവസം. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്രകാരമാണ് പരസ്പര സ്നേഹം നമ്മുടെ ആത്മീക ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് നമുക്ക് ദർശിക്കാനാകുന്നത്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഇപ്രകാരമാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നമ്മിലെ ദൈവത്തെ മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ സാധിക്കണം. കാരണം ദൈവം വസിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ സ്നേഹം ഉടലെടുക്കുന്നത്. ദൈവം സ്നേഹമാണ്. എപ്രകാരമാണ് ദൈവം തൻ്റെ ജനത്തെ സ്നേഹിച്ചത്? നാം ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ തക്കവണ്ണം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ടാണ് ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയത്. തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനായി ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. ഇപ്രകാരം പാപികളായ ജനതയെ സ്നേഹത്തിലൂടെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. തിരിച്ച് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെയുള്ള നിസ്വാർത്ഥമായ സ്നേഹമാണ് നമ്മിൽ ഉളവാകേണ്ടത്. നാം ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. എവിടെയാണ് ദൈവം വസിക്കുന്നത്? അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയുന്നു. അപ്രകാരം നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നാം അറിയണം. നമ്മിലൂടെ നമ്മിൽ വസിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് ദർശിക്കുവാൻ തക്കവണ്ണം നാം അവരെ സ്നേഹിക്കണം. ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അയാൾ നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാനും അയാളെ സ്നേഹിക്കുന്നു എന്നതിനുമപ്പുറം ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും ആദ്യം സ്നേഹിക്കുവാനാകണം. തൻ്റെ ജനം പല പ്രാവശ്യം ദൈവത്തെ തള്ളിപ്പറഞ്ഞപ്പോഴും ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞില്ല. 30 വെള്ളിക്കാശിന് തന്നെ ഒറ്റുകൊടുക്കുന്ന യൂദാസിനെ പോലും സ്നേഹിപ്പാൻ യേശുക്രിസ്തുവിന് സാധിച്ചു. അപ്രകാരം നാമും സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സ്നേഹത്താൽ തികഞ്ഞവന്റെ ഉള്ളിൽ ഭയത്തിന് സ്ഥാനമില്ല. തികഞ്ഞ സ്നേഹം നമ്മെ ധൈര്യപ്പെടുത്തുന്നു. സ്വന്തം സഹോദരനെ ദുഷിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ കള്ളനാകുന്നു എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാനും സാധ്യമല്ല. ഈ മഹാമാരിയുടെ കാലത്തും സകലതും അതിജീവിച്ച് പോരാടിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവസ്നേഹ തികവുള്ളവരായി പരസ്പരം സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ അർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നോമ്പുകാലത്തെ ഈ 9-ാം ദിവസവും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൽ വസിപ്പാനും സ്നേഹത്തിൽ തികഞ്ഞവരായി ജീവിപ്പാനും അടിയങ്ങളെ നീ സഹായിക്കണമേ. നൽകിയ എല്ലാവിധ നന്മകൾക്കായും സ്തോത്രം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.